ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത 2 ലെവലാണ് ഈ 2 ലെവൽസ്. ആ 2 ലെവലിൽ എത്തിയാൽ എൻട്രി എടുക്കാന്നുള്ള രീതിയിലായിരുന്നു. ആ ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയാൽ എൻട്രി എടുക്കാനുള്ള രീതിയിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയത് തന്നെ ഈ മേലത്തെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ്. അവിടെ ടാപ്പ് ചെയ്ത് ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ എൻട്രി ഒന്നും എടുത്തില്ല. ശരിക്കും അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, ഇവിടുന്ന് താഴെ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ലോ ടൈം ഫ്രെയിമിൽ സ്ട്രാറ്റജി പ്രകാരമുള്ള കൺഫർമേഷൻസ് കിട്ടാത്തതുകൊണ്ട് എൻട്രി എടുത്തിട്ടില്ല. അതേപോലെ താഴെ ടാപ്പ് ചെയ്ത സമയത്തും ഞാൻ ലോ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കിയ സമയത്ത് എനിക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് മേലോട്ടേക്കുള്ള എൻട്രി ഞാൻ എടുത്തില്ല. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയ സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. പക്ഷേ അത് ഓൾറെഡി ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇത്രമാത്രം മേലേക്ക് പോകുന്നതുകൊണ്ട് ആ എൻട്രി അവോയ്ഡ് ചെയ്തു. അതിന് ശേഷം പിന്നെ മാർക്കറ്റ് പോയി ഇത് രണ്ടും ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ്. ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത പുതിയൊരു ലെവല് ഇതാണ്. അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റി മിസ്സായതുകൊണ്ട് പിന്നെയും കാത്തിരുന്ന് മാർക്കറ്റ് പുതിയൊരു ലെവൽ ഉണ്ടാക്കി. ഈ ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ലെവലും മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല, വീണ്ടും മേലേക്ക് ബുള്ളിഷായി പോയി. പിന്നീട് പുതിയ ഒരു ലെവൽ ഇവിടെ ഉണ്ടാക്കി. ഈ ഒരു ലെവലും മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല, വീണ്ടും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി പ്രകാരമുള്ള പ്രോപ്പർ എൻട്രി ഒറ്റൊന്നു പോലും ഇന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാം ഓർഡറും പൊസിഷൻസും ഒക്കെ 0 ആണ്. ഒറ്റ ട്രേഡും ഇന്ന് എടുത്തിട്ടില്ല. ഈ സംഭവം കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയി തോന്നും. കാരണം രാവിലെ 9:15 തൊട്ടിട്ട് 3:15 വരെ 3:30 വരെ വെറുതെ മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ സമയം 3:50 അപ്പോൾ ഇത്രയും സമയം ഒരു എൻട്രി പോലും എടുക്കാതെ മാർക്കറ്റ് തന്നെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ സംഭവം ശരിക്കും ഭയങ്കര ബോറിംഗ് നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ട്രേഡിങ്ങിൽ ഈ നമ്മളെ സെറ്റപ്പ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി പ്രകാരം ഉള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ട്രേഡിങ് സ്കില്ലാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ സക്സസ് ആണെങ്കിൽ ഒരുപാട് സ്കില്ല് വേണമല്ലോ. ഇമോഷൻ കൺട്രോൾ വേണം, ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് വേണം. അപ്പോൾ അതിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്കില്ലാണ് ഇതും. അതായത് എൻട്രി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള എൻട്രി കിട്ടാത്ത സമയത്ത് എൻട്രി എടുക്കാതിരിക്കുക, വേറെ ഏതെങ്കിലുമൊക്കെ എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ എൻട്രി എടുത്താലുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സ്ട്രാറ്റജി പ്രകാരമുള്ള എൻട്രി ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രി എടുത്ത് വിചാരിക്കുക. അതായത് ഇവിടെ ഇപ്പം ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഒരു എൻട്രി എടുത്തെന്ന് വിചാരിക്കും മേലോട്ടേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു. അപ്പോൾ അത് എൻട്രി എടുക്കാതെ താഴോട്ടേക്ക് വന്ന് അപ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതായത് സാധനം ടാർഗറ്റ് അടിച്ചു, പക്ഷേ എനിക്ക് എൻട്രി ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത സമയത്തും എൻട്രി ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചാടി കയറി മേലോട്ടേക്ക് എടുത്ത് വിചാരിക്കാം. അങ്ങനെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാതെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ടാർഗറ്റ് അടിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും പ്രശ്നമാണ്, സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും പ്രശ്നമാണ്. 2 പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് വരിക. സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ എന്ത് വിചാരിക്കും? പക്ഷേ ആ എൻട്രി എടുക്കേണ്ടിയില്ലായിരുന്നു, സ്ട്രാറ്റജി പ്രകാരം എൻട്രി അല്ലത്, സ്ട്രാറ്റജി പ്രകാരം എൻട്രി ഒന്നും കിട്ടിയില്ല, വെറുതെ എടുത്ത് ലോസ് മേടിച്ച്, അങ്ങനെയൊക്കെ നമ്മൾ മൈൻഡിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രേഡ് എടുക്കാൻ നോക്കും. കാരണം ആ ലോസ് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കാത്തൊരു ലോസാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ലോസ്. നേരെ മറിച്ച് സ്ട്രാറ്റജി പ്രകാരം എടുത്തിട്ട് വന്ന ലോസ് ആണെങ്കിൽ നമുക്ക് ആദ്യം അറിയാം ഈ ലോസ് വരാനുള്ളതാണ്, അത് വന്നാൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ലോസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, മെൻ്റലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ സ്ട്രാറ്റജി പ്രകാരം അല്ലാതെ ട്രേഡ് എടുത്തിട്ട് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മെൻ്റലി ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പിന്നെയും ഓവർ ട്രേഡ് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ അതാണ് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലുള്ള പ്രശ്നം. ഇനി അതേപോലെ സ്ട്രാറ്റജി പ്രകാരം അല്ലാത്തൊരു ട്രേഡ് എടുത്തിട്ട് അതിങ്ങനെ പോയി ടാർഗറ്റ് അടിച്ച് കഴിക്കുക. അങ്ങനെ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കൺഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടാതെ അല്ലെങ്കിൽ സ്ട്രാറ്റജി പ്രകാരം അല്ലാതെ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഉള്ളിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രശ്നം ഇല്ലെങ്കിലും നാളെ ചിലപ്പോൾ
വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സ്ട്രാറ്റജി അല്ലാത്തൊരു ട്രേഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണമെന്നുള്ളൊരു ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ തലേന്ന് എടുത്ത ട്രേഡ് തലേന്ന് എടുത്തിട്ട് പ്രോഫിറ്റ് അടിച്ചൊരു സാധനം പ്രോപ്പർ സെറ്റപ്പ് അല്ലാണ്ട് എടുത്തിട്ട് ടാർഗറ്റ് അടിച്ചല്ലൊന്നുമില്ലേ. അപ്പോൾ ഇന്നും എടുക്കുന്നതിന് വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള രീതിയിൽ നമ്മൾ എടുക്കും. അപ്പോൾ അത് SL അടിക്കും. അപ്പോൾ ആ SL അടിച്ചാൽ എന്ത് പ്രശ്നം പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജി പ്രകാരം അല്ലല്ലോ എടുത്ത്, സ്ട്രാറ്റജി പ്രകാരം അല്ലാത്തൊരു ട്രേഡ് എടുത്ത് SL അടിച്ചാലോ ആ ലോസ് മുമ്പൊക്കെ പിന്നെ ആക്സെപ്റ്റ് ആയില്ല. അപ്പോൾ അത് പിന്നെ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സ്ട്രാറ്റജി പ്രകാരം അല്ലാതെ ട്രേഡ് എടുത്താൽ. അതിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, ലോസ് കിട്ടിയിട്ടും കാര്യമില്ല, രണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സ്ട്രാറ്റജി പ്രകാരം ട്രേഡൊന്നും കിട്ടാതിരിക്കുന്ന ദിവസം ട്രേഡ് എടുക്കാതെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള, പഠിച്ചെടുക്കാനും മാസ്റ്റർ ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ട്രേഡിങ് സ്കില്ലാണ്. സംഭവം ഭയങ്കര ബോറിംഗ് ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രേഡൊന്നും എടുക്കാതെ. പക്ഷേ ട്രേഡിങ് സക്സസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇതുവരെയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് 100 days ട്രേഡിംഗ് ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആകെ 3 ട്രേഡാണ് എടുത്തത്. കുറച്ച് ദിവസമായിട്ടുള്ളൂ, 12-ാം തുടങ്ങിയത്. അതിനുശേഷം 3 ട്രേഡ് എടുത്തു. അതിൻ്റെ ഒരു ടാർഗറ്റ് 2 SL-ആണ്. അതിൻ്റെ ടോട്ടൽ ഇത്രയാണ്. അപ്പോൾ ഇതുവരെയാണ് എൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ.